പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അറേബ്യൻ പെനിൻസുല എന്നുള്ള ഭാഗമാണ്. പടിഞ്ഞാറ് ചെങ്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് പേർഷ്യൻ ഗൾഫ് എന്നിവയാൽ ചുറ്റപ്പെട്ട വിദൂര പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു വലിയ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ് അറേബ്യൻ പെനിൻസുല. പടിഞ്ഞാറ് ചെങ്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് പേർഷ്യൻ ഗൾഫ് എന്നിവയാൽ ചുറ്റപ്പെട്ട വിദൂര പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു വലിയ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ് അറേബ്യൻ പെനിൻസുല. ഉപദ്വീപിൻ്റെ 80% വിശാലമായ മണൽ മരുഭൂമിയാണെങ്കിലും പർവ്വതനിരകൾ, പീഠഭൂമികൾ, കാർഷിക മരുപ്പച്ചകൾ, ലാവ വയലുകൾ, തീരപ്രദേശങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. വലിയ ഊർജ്ജ ശേഖരത്തോടുള്ള സാമീപ്യം, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ സ്ഥാപനം, പുരാതന വ്യാപാര പാതകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു നീണ്ട സാംസ്കാരിക ചരിത്രത്തിന് ഇത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ അറേബ്യൻ പെനിൻസുല എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ചെങ്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് പേർഷ്യൻ ഗൾഫ് എന്നിവയായി ചുറ്റപ്പെട്ട വിദൂര പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു വലിയ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. ഉപദ്വീപിൻ്റെ 80% വിശാലമായ മണൽ മരുഭൂമിയാണെങ്കിലും പർവ്വതനിരകൾ, പീഠഭൂമികൾ, കാർഷിക മരുപ്പച്ചകൾ, ലാവ വയലുകൾ, തീരപ്രദേശങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. വലിയ ഊർജ്ജ ശേഖരത്തോടുള്ള സാമീപ്യം, ഇസ്ലാമിൻ്റെ സ്ഥാപനം, പുരാതന വ്യാപാര പാതകൾ എന്നിവ ഉൾപ്പെടെ ഒരു നീണ്ട സാംസ്കാരിക ചരിത്രമുള്ള ഒരു പ്രദേശമാണ് അറേബ്യൻ പെനിൻസുല. അറേബ്യൻ പെനിൻസുല മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്നുണ്ട്. പക്ഷേ സാങ്കേതികമായി തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കിഴക്കൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനും ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ കോണിനും ഇടയിലാണ് അറേബ്യൻ പെനിൻസുല ഉള്ളത്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏഷ്യയിലെ അറേബ്യൻ ഉപദ്വീപിലും ആഫ്രിക്കയുടെ മുനമ്പിനുമിടയിൽ ചെങ്കടൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ചെങ്കടലിലെ ഏദൻ ഉൾക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് യമൻ, ജിബൂട്ടി, എരിത്രിയ എന്നിവയ്ക്കിടയിലുള്ള ഇടുങ്ങിയ കടലിടുക്കാണ്. അതിൻ്റെ പേരാണ് ബാബ എൽമണ്ടേബ്. അറേബ്യൻ പെനിൻസുലയുടെ കിഴക്ക് പേർഷ്യൻ ഗൾഫാണ്. ഇത് പ്രധാന അറബ്, സുന്നി, മുസ്ലിം രാജ്യങ്ങളെ അവരുടെ പേർഷ്യൻ ഷിയ മുസ്ലിം അയൽക്കാരായ ഇറാനിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട്. ഇവിടെ ഹോർമൂസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ആധുനികമായി അറേബ്യൻ ഉപദ്വീപിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏദൻ ഉൾക്കടലും ഒമാൻ ഉൾക്കടലും ബന്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അറേബ്യൻ പെനിൻസുല മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്നു. പക്ഷേ സാങ്കേതികമായി തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കിഴക്കൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനും ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ കോണിനും ഇടയിലാണ് ഈ ഒരു പ്രദേശമുള്ളത്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏഷ്യയിലെ അറേബ്യൻ ഉപദ്വീപിനും ആഫ്രിക്കയുടെ മുനമ്പിനുമിടയിൽ ചെങ്കടൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്നത് യമൻ, ജിബൂട്ടി, എരിത്രിയ എന്നിവയ്ക്കിടയിലുള്ള ഇടുങ്ങിയ കടലിടുക്കാണ്. അതിൻ്റെ പേരാണ് ബാബ് എൽ മണ്ടേബ്. അറേബ്യൻ പെനിൻസുലയുടെ കിഴക്ക് പേർഷ്യൻ ഗൾഫാണ്. ഇത് പ്രധാന അറബ്, സുന്നി, മുസ്ലിം രാജ്യങ്ങളെ അവരുടെ പേർഷ്യൻ ഷിയ മുസ്ലിം അയൽക്കാരായ ഇറാനിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട്. ഇവിടെ ഹോർമൂസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ആത്യന്തികമായി അറേബ്യൻ ഉപദ്വീപിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏദൻ ഉൾക്കടലും ഒമാൻ ഉൾക്കടലും ബന്ധിപ്പിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ട് അറേബ്യൻ പെനിൻസുലയിൽ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ എന്നിവയും തെക്കൻ ഇറാഖും ജോർദാനും ഉൾപ്പെടുന്നുണ്ട്. ഇവയിൽ ഏറ്റവും വലുത് സൗദി അറേബ്യയാണ്. ക്ലാസിക്കൽ കാലഘട്ടത്തിൽ സിനായ് ഉപദ്വീപും അറേബ്യയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്നുണ്ട്. 23 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കടലിൻ്റെ വിള്ളലിൻ്റെ ഫലമായി രൂപപ്പെട്ട അറേബ്യൻ ഉപദ്വീപ് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും ചെങ്കടലും പേർഷ്യൻ ഗൾഫും ഒമാൻ ഉൾക്കടലും വടക്ക് കിഴക്ക് ലെവൻറ്റ്, വടക്ക് മെസപ്പൊട്ടോമിയ, തെക്ക് കിഴക്ക് അറേബ്യൻ കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നീ പ്രദേശങ്ങളെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അറബ് ലോകത്തും ആഗോളതലത്തിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും വിപുലമായ ശേഖരം കാരണം ഉപദ്വീപ് നിർണായക ഭൗമരാഷ്ട്രീയ പങ്ക് വഹിക്കുന്നുണ്ട്.
ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ അറേബ്യൻ പെനിൻസുലയിൽ ബഹ്റൈന്, കുവൈറ്റ്, ഒമാന്, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ എന്നിവയും തെക്കൻ ഇറാഖും ജോർദാനും ഉൾപ്പെടുന്നുണ്ട്. ഇവയിൽ ഏറ്റവും വലുത് സൗദി അറേബ്യയാണ്. ക്ലാസിക്കൽ കാലഘട്ടത്തിൽ സിനായ് ഉപദ്വീപും അറേബ്യയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്നുണ്ട്. 23 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കടലിലെ വിള്ളലിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട അറേബ്യൻ ഉപദ്വീപും പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറ് ചെങ്കടലും പേർഷ്യൻ ഗൾഫും ഒമാൻ ഉൾക്കടലും വടക്ക് കിഴക്ക് ലെവന്റ്, വടക്ക് മെസപ്പൊട്ടോമിയ, തെക്ക് കിഴക്ക് അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അറേബ്യൻ പെനിൻസുല എന്ന് പറഞ്ഞാൽ. ആഗോളതലത്തിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും വിപുലമായിട്ടുള്ള ശേഖരം കൊണ്ട് ഈ ഉപദ്വീപ് രാഷ്ട്രീയമായി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആധുനിക യുഗത്തിന് മുമ്പ് ഈ പ്രദേശം പ്രാഥമികമായി 4 വ്യത്യസ്ത പ്രദേശങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. മധ്യപീഠഭൂമി, ദക്ഷിണ അറേബ്യ, അൽ ബഹ്റൈൻ അല്ലെങ്കിൽ അൽ ഹസ, ഹിജാസ് എന്നിവയാണവ. മധ്യപീഠഭൂമി അതായത് നജിദ് അൽ യമാമ, ദക്ഷിണ അറേബ്യ, യമൻ, ഹദ്രമൗത്ത്, ഒമാൻ എന്നിവയാണ് ദക്ഷിണ അറേബ്യയിൽ വരുന്നത്. അൽ ബഹ്റൈൻ കിഴക്കൻ അറേബ്യ അല്ലെങ്കിൽ അൽ ഹസ, കൂടാതെ ഹിജാസ് പടിഞ്ഞാറൻ തീരത്തിലുള്ള തിഹാമ എന്ന പ്രദേശം, ഇവയെല്ലാം അടങ്ങിയതാണ് അറേബ്യൻ പെനിൻസുല. പുരാതന കാലത്ത് അറേബ്യ എന്ന പദം നിലവിലെ അറേബ്യൻ പെനിൻസുല എന്നതിനേക്കാൾ വലിയ പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന പദമായിരുന്നു. കൂടാതെ അറേബ്യൻ മരുഭൂമിയും സിറിയൻ അറേബ്യൻ മരുഭൂമിയുടെ വലിയ ഭാഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹെല്ലനിസ്റ്റിക് കാലഘട്ടത്തിൽ ഈ പ്രദേശം അറേബ്യ എന്ന പേരിൽ അറിയപ്പെട്ടു. റോമാക്കാര് 3 പ്രദേശങ്ങൾക്ക് അറേബ്യ എന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു. അറേബ്യ പെട്രേയ, തെക്കൻ ലെവന്റിലെ മുൻ നബാറ്റിയൻ രാജ്യം, സിനായ് പെനിൻസുല, വടക്കു പടിഞ്ഞാറൻ അറേബ്യൻ പെനിൻസുല ഇവയെല്ലാം ഉൾക്കൊണ്ടതാണ് ഈ ഒരു ഭാഗം. ഇതാണ് പിന്നീട് ജോർദാനിലെ പെട്ര എന്ന പ്രദേശമാണ് ജോർദാനായതും ഇതാണ് തലസ്ഥാനമായിട്ടൊരു പ്രവിശ്യയായിട്ട് മാറിയതും. ഇനി അറേബ്യൻ മരുഭൂമി 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ അറേബ്യൻ ഡെസേർട്ട് എന്ന പേര് വന്നു. ചാൾസ് എം ഡൗട്ടയുടെ ട്രാവൽസ് ഇൻ അറേബ്യ എന്ന ഗ്രന്ഥത്തിലാണ് ആദ്യമായിട്ട് അറേബ്യൻ ഡെസേർട്ട് എന്നുള്ള ആ ഒരു പ്രയോഗം വന്നിട്ടുള്ളത്. ഇനി അറേബ്യ ഫെലിക്സ്, ഭാഗ്യകരമായ അറേബ്യ എന്നുള്ള പേരിൽ, അതായത് അറേബ്യൻ ഉപദ്വീപിൻ്റെ തെക്കൻ ഭാഗത്തെ വിവരിക്കാൻ ഭൂമിശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ച പേരാണത്. കൂടുതലും ഇപ്പോൾ യമൻ, കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം, മറ്റു ഉപദ്വീപുകളെ അപേക്ഷിച്ച് വളരെ പച്ചപ്പുള്ളതും വളരെ കാലം കൂടുതൽ ഉൽപാദനക്ഷമയുള്ളതുമായുള്ള വയലുകൾ എല്ലാം അടങ്ങിയതാണ് ഈ ഒരു പ്രദേശം. ടോളമി ഈജിപ്തിൻ്റെ പേരുകളിലൊന്നായിട്ട് അറേബ്യ എന്ന് വിളിക്കുന്നുണ്ട്. അറേബ്യൻ പെനിൻസുല ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്ക് പേർഷ്യൻ ഗൾഫ്, കിഴക്ക് ഹോർമൂസ് കടലെടുക്ക്, ഒമാൻ ഉൾക്കടൽ, തെക്ക് കിഴക്ക് അറബിക്കടൽ, ഏദൻ ഉൾക്കടൽ എന്നിവയാൽ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണിത്. അറേബ്യൻ പെനിൻസുലയുടെ വടക്ക് ഭാഗം വ്യക്തമായ അതിരുകളില്ലാതെ സിറിയൻ മരുഭൂമിയുമായിട്ട് ലയിക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഉപദ്വീപിൻ്റെ വടക്കൻ അതിർത്തി സാധാരണയായിട്ട് സൗദി അറേബ്യയുടെയും കുവൈറ്റിൻ്റെയും വടക്കൻ അതിർത്തികളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. കൂടാതെ ഇറാഖിൻ്റെയും ജോർദാനിൻ്റെയും തെക്കൻ പ്രദേശങ്ങളും സൗദി അറേബ്യയുടെ അറേബ്യൻ പെനിൻസുലയുടെ അതിരാണ്. ഉപദ്വീപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. എന്നാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പർവ്വതനിരകളുണ്ട്. അവ ഉപദ്വീപിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. വടക്ക് പടിഞ്ഞാറൻ അറേബ്യയിൽ നിന്ന് ജോർദാനും തെക്കൻ സിറിയയിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ അഗ്നിപർവ്വത മേഖലയാണ് ഹറാത്ത് ആഷ് ഷാം എന്ന പ്രദേശം. വടക്ക് പടിഞ്ഞാറൻ അറേബ്യയിൽ നിന്ന് ജോർദാനും തെക്കൻ സിറിയയിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ അഗ്നിപർവ്വത മേഖലയാണിത്. രാഷ്ട്രീയ അതിരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കിഴക്ക് കുവൈറ്റ്, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, തെക്ക് കിഴക്ക് ഒമാൻ, തെക്ക് യമൻ, മധ്യഭാഗത്ത് സൗദി അറേബ്യ എന്നിവയാണ് പെനിൻസുലയുടെ രാഷ്ട്രീയ അതിരുകൾ. ദ്വീപ് രാജ്യമായ ബഹ്റൈന് പെനിൻസുലയുടെ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സൊക്കോത്ര ദ്വീപ് സമൂഹത്തിൻ്റെ മേലെ യമന്റെ അധികാര പരിധി ഉള്ളത് കാരണം പെനിൻസുലയുടെ ഭൗമരാഷ്ട്രീയ രൂപരേഖ തെക്ക് ഗ്വാഡഫുമായി ചാനലിലും സോമാലിയയിലെ കടലിലും അഭിമുഖമായിട്ട് കിടക്കുന്നുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ 6 രാജ്യങ്ങൾ ചേർന്നാണ് ഗൾഫ് സഹകരണ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്, GCC രൂപീകരിച്ചത്.
ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ 6 രാജ്യങ്ങൾ ചേർന്നാണ് GCC രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗദി അറേബ്യ ഉപദ്വീപിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നുണ്ട്. പെനിൻസുലയുടെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും സൗദി അറേബ്യയിലും യമനിലും താമസിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരം പെനിൻസുലയിലാണ്. സൗദി അറേബ്യയും UAEയും സാമ്പത്തികമായിട്ട് മേഖലയിലെ ഏറ്റവും സമ്പന്നരാണ്. വലിയ ഉപദ്വീപിലെ പേർഷ്യൻ ഗൾഫിലെ ഏക ഉപദ്വീപ് രാജ്യമായിട്ടുള്ള ഖത്തർ അറബി ഭാഷയിലുള്ള ടെലിവിഷൻ സ്റ്റേഷനായ അൽ ജസീറയുടെയും അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ ഉപസ്ഥാപനമായ അൽ ജസീറ ഇംഗ്ലീഷിൻ്റെയും ആസ്ഥാനമാണ്. ഇറാഖിൻ്റെ അതിർത്തിയിലുള്ള കുവൈറ്റ് തന്ത്രപരമായ ഒരു പ്രധാന രാജ്യമാണ്. ഇത് 2003 ഇറാഖ് അധിനിവേശത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന വേദികളിലൊന്നാണ്. പഴയ കാലത്ത് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അടുത്ത കാലത്ത് ജനസംഖ്യാ വർധനവ് കാണിക്കുന്നുണ്ട്. ഇത് കുടിയേറ്റ തൊഴിലാളികളുടെ ഗണ്യപരമായുള്ള വരവും സ്ഥിരമായ ഉയർന്ന ജനനനിരക്കും മൂലമുണ്ടാകുന്നതാണ്. ആപേക്ഷികമായുള്ള യൗവനവും പുരുഷന്മാർക്ക് അനുകൂലമായ ലിംഗാനുപാതവുമാണ് ജനസംഖ്യയുടെ സവിശേഷത. പല സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യക്കാരുടെ എണ്ണം തദ്ദേശീയ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. പേർഷ്യൻ ഗൾഫിൻ്റെ തീരപ്രദേശങ്ങളുള്ള ഏറ്റവും ചെറിയ 4 സംസ്ഥാനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും തീവ്രമായ ജനസംഖ്യാ വളർച്ച കാണിക്കുന്നത്. ഓരോ 2 പതിറ്റാണ്ടിലും ഏകദേശം 3 ഇരട്ടി ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. 2014 അറേബ്യൻ പെനിൻസുലയുടെ കണക്കാക്കിയ ജനസംഖ്യ 7,79,83,936 എന്നുള്ള രീതിയിലായിരുന്നു, ഏകദേശം പ്രവാസികൾ ഉൾപ്പെടെ. അറേബ്യൻ പെനിൻസുല ലോകത്തിലെ ഏറ്റവും അസമമായ പ്രായപൂർത്തിയായ ലിംഗാനുപാതത്തിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ സ്ത്രീകൾ 20-നും 40-നും ഇടയിൽ പ്രായമുള്ള ആളുകളുടെ 4-1 മാത്രമാണ് ഉള്ളത്. അറേബ്യൻ പെനിൻസുലയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 11 നഗരങ്ങളാണ് റിയാദ്, ജിദ്ദ, കുവൈറ്റ് സിറ്റി, സന, ദുബായ്, മക്ക, ഷാർജ, മസ്കറ്റ്, മദീന, അബുദാബി, ബസ്ര എന്നിവ. ഫലഭൂയിഷ്ഠമായ താഴ്വരകളും മേച്ചിൽപ്പുറങ്ങളുമുള്ള ഒരു കേന്ദ്ര പീഠഭൂമി നജ്ദ് ആടുകളുടെയും മറ്റു കന്നുകാലികളുടെയും മേച്ചിൽ സ്ഥലങ്ങളാണ്. ഉപദ്വീപിൻ്റെ കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറൻ അതിർത്തികളിൽ ധാരാളം പർവ്വതങ്ങൾ കാണാൻ പറ്റും. വടക്ക് കിഴക്ക് ഹജർ ശ്രേണി, UAE, ഒമാൻ എന്നീ പ്രദേശങ്ങളിലൊക്കെ ധാരാളം പർവ്വതങ്ങളുണ്ട്. തെക്ക് കിഴക്ക് തെക്കൻ ഒമാനിലെ ദോഫാർ പർവ്വതനിരകൾ, കിഴക്കൻ യമനിൽ ഹദ്രമൗത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന പർവ്വതനിരകൾ, പടിഞ്ഞാറ് ചെങ്കടലിൻ്റെ കിഴക്കൻ തീരത്തിൻ്റെ അതിർത്തിയായിട്ട് സരാവത്ത് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നു. ഇതിൽ യമൻ്റെ കീഴിലുള്ള ഹറാസ് പർവ്വതനിരകളും കൂടാതെ അസീർ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഹജാസ് രണ്ടാമത്തേത് ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ മീഡിയൻ ഉൾപ്പെടെയുള്ള ഹെജാസ്, മീഡിയൻ എന്നിവ മറ്റ് പർവ്വതനിരകളാണ്. വടക്കു പടിഞ്ഞാറ് ജബൽ ഷാമർ, അതിൻ്റെ തന്നെ ഉപനിരകളായിട്ടുള്ള അജാസ്, സൽമ എന്നീ പർവ്വതനിരകളും ഉൾപ്പെടുന്നുണ്ട്. മധ്യഭാഗത്ത് തുവൈർ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നു. അറേബ്യൻ പെനിൻസുലയുടെ ഭൂരിഭാഗവും കൃഷിക്ക് അനുയോജ്യമല്ലാത്തതിനാൽ ജലസേചനവും നിലനികത്തൽ പദ്ധതികളും അനിവാര്യമാണ്. ഇടുങ്ങിയ തീരപ്രദേശങ്ങളും ഒറ്റപ്പെട്ട മരുപ്പച്ചകളും ഭൂവിസ്തൃതിയുടെ 1% താഴെ മാത്രമേ ഉള്ളൂ. ധാന്യങ്ങൾ, കാപ്പി, ഉഷ്ണമേഖല, പഴങ്ങൾ എന്നിവ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ആട്, ചെമ്മരിയാട്, ഒട്ടകം എന്നിവയുടെ വളർത്തൽ പെനിൻസുലയുടെ മറ്റു ഭാഗങ്ങളിൽ വ്യാപകമാണ്. ചില പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് ഈർപ്പമുള്ള ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയുണ്ട്, പ്രത്യേകിച്ചും ഒമാനിലെയും യമനിലെയും ദോഫാർ, അൽമഹ് പ്രദേശങ്ങളിൽ. ഈ പ്രദേശങ്ങൾ വൻതോതിൽ തെങ്ങിൻ തോട്ടങ്ങൾക്ക് അനുമതി നൽകുന്ന പ്രദേശമാണ്. തെങ്ങിൻ തോട്ടങ്ങളുള്ള പ്രദേശമാണ്. യമനിൽ ഭൂരിഭാഗവും ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഏകദേശം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ. സമതലങ്ങളിൽ സാധാരണമായ ഉഷ്ണമേഖല അല്ലെങ്കിൽ ഉപ ഉഷ്ണമേഖല, വരണ്ട മരുഭൂമി കാലാവസ്ഥയോ വരണ്ട സ്റ്റെപ്പി കാലാവസ്ഥയോ ആണുള്ളത്. അറേബ്യൻ പെനിൻസുലയ്ക്ക് ചുറ്റുമുള്ള കടൽ പൊതുവെ ഉഷ്ണമേഖലാ കടലാണ്. വളരെ സമ്പന്നമായ ഉഷ്ണമേഖലാ കടൽ ജീവിതവും ലോകത്തിലെ ഏറ്റവും വലുതും നശിക്കപ്പെടാത്തതും പ്രാകൃതവുമായ പവിഴപ്പുറ്റുകളുമുണ്ട്. കൂടാതെ ചെങ്കടൽ, പവിഴം, പ്രോട്ടോസോവ, സുക്സാന്തല്ല എന്നിവയുമായി സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് സമുദ്രജല താപനിലയിലെ പെട്ടെന്നുള്ള ഉയർച്ചയും തകർച്ചയും വൻതോതിലുള്ള വിനോദസഞ്ചാരവും ഡ്രൈവിങ്ങും മറ്റും വലിയ തോതിലുള്ള മനുഷ്യ ഇടപെടലുകളും
ഈ പാറകളെ ബാധിക്കുന്നില്ല. പേർഷ്യൻ ഉൾക്കടലിൽ പവിഴപ്പുറ്റുകളുടെ ഗണ്യമായിട്ടുള്ള നഷ്ടവും നാശവും സംഭവിച്ചിട്ടുണ്ട്. സമുദ്ര പരിസ്ഥിതിയെ മാറ്റിമറിക്കുന്ന തീരദേശ നിർമ്മാണ പ്രവർത്തനമാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി. യമനിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് സമുദ്രനിരപ്പ് മുതൽ 10,000 അടി വരെ ഉയരമുള്ള പർവ്വതങ്ങൾ വരെയുള്ള മിക്കവാറും എല്ലാ ഭൂപ്രദേശങ്ങളിലും താമസിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ ധാന്യം, പഴം, കാപ്പി, ഇഞ്ചി എന്നിവ സുഗമമാക്കുന്നതിന് ടെറസുകളെ ഉപയോഗപ്പെടുത്താറുണ്ട്. അറേബ്യൻ ഉപദ്വീപ് സമ്പന്നമായ എണ്ണയ്ക്ക് പേരുകേട്ട പ്രദേശമാണ്. അതായത് ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പാദനമാണ്. നാസയുടെ ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമറ്റ് എക്സ്പെരിമെൻ്റ് സാറ്റലൈറ്റ് ഡാറ്റ അനുസരിച്ച് കാലിഫോർണിയ സർവകലാശാലയിൽ വിശകലനം ചെയ്ത ജലവിഭവ ഗവേഷണത്തിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുള്ള ജലസംഭരണി സംവിധാനമാണിത്. 60 ദശലക്ഷത്തിലധികം ആളുകൾ ആശ്രയിക്കുന്ന അറേബ്യൻ അക്വിഫയർ സിസ്റ്റമാണ് ലോക ജലം എന്ന് പറഞ്ഞാൽ. അറേബ്യൻ പെനിൻസുലയുടെ ചരിത്രം നോക്കുമ്പോൾ വടക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ സൈറ്റുകളിൽ നിന്ന് മൃഗങ്ങളുടെ ഫോസിലുകൾക്കൊപ്പം മധ്യ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ശിലാഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഹോമിനിഡുകൾ കുടിയേറി പാർത്തതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യരുടെ കുടിയേറ്റം ഉണ്ടായതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അറേബ്യൻ പെനിൻസുല എന്ന് പറഞ്ഞാൽ ഒരു ബാസൽ യൂറേഷ്യൻ ജനസംഖ്യയുടെ ജന്മദേശമായിരിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള കുടിയേറ്റത്തിന് ശേഷം ഉടനെ തന്നെ മറ്റ് യൂറോഷ്യക്കാരിൽ നിന്ന് വ്യതിചലിച്ച യൂറേഷ്യന്മാരിൽ നിന്ന് അടർന്നുപോയ ഒരു വിഭാഗം സൗദി അറേബ്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയുടെ അവസ്ഥ നോക്കാം. അറേബ്യൻ പെനിൻസുലയിലെ മനുഷ്യവാസം ഏകദേശം ചരിത്രപരമായിട്ട് കഠിനമായ കാലാവസ്ഥയുള്ള ഉപദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹെജാസിൽ സ്ഥിതി ചെയ്യുന്ന മക്ക, മദീന തുടങ്ങിയ ചെറിയ നഗര വ്യാപാര സെറ്റിൽമെൻറ്റുകളാണ് പിന്നീട് ഇസ്ലാമിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് മാറിയത്. ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിൽ, പ്രത്യേകിച്ച് ദക്ഷിണ അറേബ്യയിൽ നിരവധി നാഗരികതകൾ നിലനിന്നിരുന്നു. പുരാവസ്തു ഗവേഷണം അനുസരിച്ച് ലോകത്തിന് ധാരാളം സംഭാവനകൾ നൽകിയ കുറേ സംസ്കാരങ്ങൾ ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ദക്ഷിണ അറേബ്യൻ നാഗരികതയിലെ രാജ്യം, ഒസാൻ രാജ്യം, മെയിൻ രാജ്യം, സബായൻ രാജ്യം, അതായത് ബൈബിളിൽ ഷെബ എന്നായിട്ട് കണക്കാക്കപ്പെടുന്നത് സബായൻ രാജ്യമാണ്. ഇവയൊക്കെ ദക്ഷിണ അറേബ്യയിലുള്ള രാജ്യങ്ങളായിരുന്നു. AD 106 മുതൽ 630 വരെ വടക്കു പടിഞ്ഞാറൻ അറേബ്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അത് അറേബ്യൻ പെട്രേയ എന്നാണ് അറിയപ്പെട്ടത്. 4-5-6 നൂറ്റാണ്ടുകളുടെ തുടക്കത്തിൽ കിണ്ട രാജ്യത്തിൻ്റെ സ്ഥാനം മധ്യ അറേബ്യ ആയിരുന്നു. ദിൽമുൻ നാഗരികതയുടെ ആസ്ഥാനമായിരുന്നു കിഴക്കൻ അറേബ്യ. അറേബ്യൻ ചരിത്രത്തിലെ ആദ്യകാല സംഭവങ്ങൾ ഉപദ്വീപിൽ നിന്ന് അയൽ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ്. അറേബ്യൻ പെനിൻസുലയെ സെമിറ്റിക് ഭാഷകളുടെ യഥാർത്ഥ ഉറവിടമായിട്ട് പല പണ്ഡിതന്മാരും അംഗീകരിക്കുന്നുണ്ട്. AD 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ ഉദയത്തിന് ശേഷമുള്ള അറേബ്യ. 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഉപദ്വീപിൻ്റെ ഒരു പ്രബല മതമായിട്ട് മാറി. ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് ഏകദേശം 570 മക്കയിൽ ജനിച്ചു. 610 നഗരത്തിൽ ആദ്യമായി പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രബോധനം നടത്താൻ തുടങ്ങി. എന്നാൽ 622 അദ്ദേഹം മദീനയിലേക്ക് കുടിയേറി. അവിടെ നിന്ന് അദ്ദേഹവും കൂട്ടരും അറേബ്യയിലെ ഗോത്രങ്ങളെ ഇസ്ലാമിൻ്റെ ബാനറിന് കീഴിൽ ഒന്നിപ്പിച്ച് ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിച്ചു. അറേബ്യൻ പെനിൻസുലയിലെ ഒരൊറ്റ അറബ് മുസ്ലിം മത രാഷ്ട്രീയം അതായിരുന്നു. തുടർന്നുള്ള റാഷിദൂൻ, ഉമയ്യാദ് ഖലീഫമാരുടെ കീഴിൽ അറേബ്യൻ ഉപദ്വീപിന് അപ്പുറത്തുള്ള അറബ് ശക്തികളുടെ ദ്രുതഗതിയിലുള്ള വികാസം
വടക്കു പടിഞ്ഞാറൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുതൽ മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ്, വടക്കേ ആഫ്രിക്ക, തെക്കൻ ഇറ്റലി എന്നിവിടങ്ങളിലേക്കെല്ലാം ഒരു വലിയ മുസ്ലിം അറബ് സാമ്രാജ്യം രൂപീകരിക്കാൻ സാധിച്ചു. ഐബീരിയൻ പെനിൻസുല, പൈറനീസ് എന്നീ പ്രദേശങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 632 മുഹമ്മദിൻ്റെ മരണത്തോടുകൂടി 634 മുഹമ്മദ് നബിയുടെ മരണശേഷം ഉമർ ഖലീഫയായി. തുടർന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബി താലിബ് എന്നിവർ സ്ഥാനമേറ്റു. സോറി 632 മുഹമ്മദിൻ്റെ മരണശേഷം മുസ്ലിം സമുദായത്തിൻ്റെ നേതാവായി അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. മുഹമ്മദിൻ്റെ ഒരു പ്രമുഖ സുഹൃത്തായ ഉമർ ബിൻ ഖത്താബ് മുഹമ്മദിൻ്റെ ഉറ്റ സുഹൃത്തും സഹകാരിയുമായ അബൂബക്കറിനെ നാമനിർദ്ദേശം ചെയ്തു. മറ്റുള്ളവർ പിന്തുണ നൽകി അബൂബക്കറിനെ ആദ്യ ഖലീഫയാക്കി മാറ്റി. ഈ തിരഞ്ഞെടുപ്പിനെ മുഹമ്മദിൻ്റെ ചില കൂട്ടാളികൾ തർക്കിച്ചു. അദ്ദേഹത്തിൻ്റെ ബന്ധുവും മരുമകനുമായ അലി ഇബ്നു അബി താലിബിനെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി നിയമിക്കണമെന്ന് അവർ വാദിച്ചു. ബൈസന്റൈൻ സേനയുടെ സമീപകാല പരാജയത്തിന് പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു അബൂബക്കറിന്റെ ആദ്യത്തെ ദൗത്യം. എന്നിരുന്നാലും വിശ്വാസത്യാഗത്തിന്റെ യുദ്ധങ്ങൾ അഥവാ റിദ്ദ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു എപ്പിസോഡിൽ അറബ് ഗോത്രങ്ങളുടെ കലാപത്തെ അദ്ദേഹത്തിന് അടിച്ചമർത്താൻ കഴിഞ്ഞു. 634 അബൂബക്കർ സിദ്ദീഖ് മരണമടഞ്ഞു. അദ്ദേഹത്തിന് ശേഷം ഉമർ ഖലീഫയായി. തുടർന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബി താലിബും സ്ഥാനമേറ്റു. ഈ ആദ്യ 4 ഖലീഫമാരുടെ കാലഘട്ടം അൽ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അൽ ഖുലാഫ അൽ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടു. റാഷിദൂൻ അല്ലെങ്കിൽ ശരിയായ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഖിലാഫത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. റാഷിദൂൻ ഖലീഫമാരുടെ കീഴിലും 661 മുതൽ അവരുടെ ഉമയ്യദ് പിൻഗാമികളായ അറബികൾ അറേബ്യയ്ക്ക് പുറത്ത് മുസ്ലിം നിയന്ത്രണത്തിലുള്ള പ്രദേശം അറേബ്യയ്ക്ക് പുറത്ത് മുസ്ലിം നിയന്ത്രണത്തിലുള്ള പ്രദേശം അതിവേഗം വികസിപ്പിച്ചു. ദശാബ്ദങ്ങൾക്കുള്ളിൽ മുസ്ലിം സൈന്യങ്ങൾ ബൈസന്റൈൻ സൈന്യത്തെ നിർണായകമായി പരാജയപ്പെടുത്തുകയും പേർഷ്യൻ സാമ്രാജ്യം നശിപ്പിക്കുകയും ചെയ്തു. ഐബീരിയൻ ഉപദ്വീപിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വലിയ ഭൂപ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്തു. മുസ്ലിം ലോകത്തിൻ്റെ രാഷ്ട്രീയ ശ്രദ്ധ പിന്നീട് പുതുതായി പിടിച്ചടക്കിയ പ്രദേശങ്ങളിലേക്ക് മാറി. എന്നിരുന്നാലും മക്കയും മദീനയും മുസ്ലിം ലോകത്തെ ആത്മീയമായി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ട് തുടർന്നു. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ സാമ്പത്തിക ശേഷിയുള്ള എല്ലാ മുസ്ലിമിനും തൻ്റെ ഇസ്ലാമിക മാസമായ ദുൽഹജ്ജിൽ ഒരിക്കലെങ്കിലും മക്കയിൽ ഒരു തീർത്ഥാടനം അല്ലെങ്കിൽ ഹജ്ജ് നടത്തണമെന്ന് ഖുർആൻ ആവശ്യപ്പെട്ടു. മക്കയിലെ മസ്ജിദുൽ ഹറം ഇസ്ലാമിൻ്റെ ഏറ്റവും പുണ്യസ്ഥലമായ കഅബയുടെ സ്ഥാനവും മദീനയിലെ മസ്ജിദുൽ നബവി മുഹമ്മദിൻ്റെ ഖബറിടവുമാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ മക്കയും മദീനയും ഇസ്ലാമിക ലോകമെമ്പാടുമുള്ള ധാരാളം മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറി. മധ്യകാലഘട്ടത്തിലെ അറേബ്യൻ പെനിൻസുലയുടെ ചരിത്രം നോക്കുമ്പോൾ ആത്മീയ പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടും രാഷ്ട്രീയ പദങ്ങളിൽ അറേബ്യ താമസിയാതെ ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു പെരിഫറൽ പ്രദേശമായിട്ട് മാറി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യകാല ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ദമാസ്കസ്, ബാഗ്ദാദ്, കെയ്റോ തുടങ്ങിയ വിദൂര നഗരങ്ങളിൽ വിവിധ സമയങ്ങളിൽ ആസ്ഥാനമായി. എന്നിരുന്നാലും 10-ാം നൂറ്റാണ്ട് മുതൽ മക്കയിലെ ഹാഷിമൈറ്റ് പ്രദേശങ്ങൾ ഏറ്റവും വികസിത ഭാഗമായ ഹെജാസിൽ ഒരു സംസ്ഥാനം നിലനിർത്തി. അവരുടെ ഡൊമൈൻ യഥാർത്ഥത്തിൽ വിശുദ്ധ നഗരങ്ങളായ മക്കയും മദീനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 13-ാം നൂറ്റാണ്ടിൽ അത് ഹെജാസിൻ്റെ ബാക്കി ഭാഗങ്ങളും ഉൾപ്പെടുത്തി വിപുലീകരിക്കപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ ബാഗ്ദാദിലെ അബ്ബാസികളും ഈജിപ്തിലെ ഫാത്തിമകളും അയ്യൂബികളും മംലൂക്കുകളും എല്ലാം തന്നെ പ്രധാന ഭരണാധികാരികളായിരുന്നു. സിറിയ, സിലിഷ്യ, ഇറാഖ്, അറേബ്യൻ പെനിൻസുലയുടെ ബാക്കി ഭാഗങ്ങൾ എന്നിവയുടെ ചുമതലയാണ് ഓട്ടോമൻ തുർക്കികൾക്ക് നൽകിയിരുന്നത്. പ്രവിശ്യ ഓട്ടോമൻ ആർമി ഫോർ അറേബ്യയുടെ ആസ്ഥാനം സിറിയയിലായിരുന്നു.
അതിൽ പലസ്തീനും ലെബനനും പുറമെ ട്രാൻസ് ജോർദാൻ പ്രദേശം ഉൾപ്പെടുന്നുണ്ട്. സിറിയ, സിലിഷ്യ, ഇറാഖ്, അറേബ്യൻ പെനിൻസുലയുടെ ബാക്കി ഭാഗങ്ങൾ ഇവയെല്ലാം നിയന്ത്രിക്കുക എന്നുള്ള ഇവരുടെ ചുമതലയായിരുന്നു. നജിദ് പ്രദേശം എന്നും അറിയപ്പെടുന്ന മധ്യ അറേബ്യയിൽ ഓട്ടോമൻസിന് ഒരിക്കലും നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അൽ സൗദ് എന്നറിയപ്പെടുന്ന സൗദി രാജകുടുംബത്തിൻ്റെ ആവിർഭാവം 1744 മധ്യ അറേബ്യയിലെ നജിദിൽ ആരംഭിച്ചു. രാജവംശത്തിൻ്റെ സ്ഥാപകനായ മുഹമ്മദ് ബിൻ സൗദ് മതനേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായിട്ട് ചേർന്നു. സുന്നി ഇസ്ലാമിൻ്റെ കർശന ശുദ്ധീകരണ രൂപമായിട്ടുള്ള വഹാബി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹവുമായിട്ട് ആ രാജവംശത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള മുഹമ്മദ് ബിൻ സൗദ് ചേർന്നു. റിയാദിന് ചുറ്റുമുള്ള പ്രദേശത്ത് സ്ഥാപിതമായ ദിരിയ എമിറേറ്റ് അതിവേഗം വികസിക്കുകയും സൗദി അറേബ്യയുടെ ഇന്നത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുകയും ചെയ്തു. മാത്രമല്ല കർബല കൊള്ളയടിക്കുകയും 1803 മക്ക പിടിച്ചെടുക്കുകയും ചെയ്തു. 1914 ഡമാസ്കസ് പ്രോട്ടോകോൾ പ്രാദേശിക ബന്ധങ്ങളുടെ ഒരു ചിത്രീകരണം നൽകുന്നുണ്ട്. തെക്കൻ അറേബ്യൻ പെനിൻസുലയോട് ചേർന്ന ഒരു പുതിയ അറബ് രാഷ്ട്രം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ കോൺഫെഡറേഷന് അവർ വിഭാവനം ചെയ്തു. അതിൽ സിലിസിയ, ഇസ്കൻഡറൂൺ, മെർസിൻ, ഇറാഖ്, കുവൈറ്റ്, സിറിയ, മൗണ്ട് ലെബനൻ, മുദസാരിഫേറ്റ്, ജോർദാൻ, പലസ്തീൻ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ആധുനിക യുഗത്തിൽ ബിലാദ് അൽ യമാൻ എന്ന പദം ഉപദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളെ പ്രത്യേകമായിട്ട് പരാമർശിക്കാൻ തുടങ്ങി. അറബ് ഭൂമിശാസ്ത്രജ്ഞർ മുഴുവൻ ഉപദ്വീപിനെയും ജാസ്രത്ത് അൽ അറബ് അല്ലെങ്കിൽ അറബികളുടെ ഉപദ്വീപ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഓട്ടോമൻ ഭരണവും ഹെജാസ് റെയിൽവേയും. ഓട്ടോമൻ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ്റെ നിർദ്ദേശപ്രകാരം 1900 ആരംഭിച്ച റെയിൽവേ ജർമ്മൻ ഉപദേശത്തോടും പിന്തുണയോടും കൂടി തുർക്കികൾ നിർമ്മിച്ചതാണ്. നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നതിനായി ഇസ്ലാമിക ലോകമെമ്പാടും ഒരു പൊതു സബ്സ്ക്രിപ്ഷൻ തുറന്നു. റെയിൽവേ ഒരു വഖഫ്, അനിഷേധ്യമായ ഒരു മതപരമായിട്ടുള്ള എൻഡോമെൻ്റ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരിക്കണം എന്ന രീതിയിൽ ഒരു നിർദ്ദേശം വന്നു. അപ്പോൾ നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നതിന് വേണ്ടി ഇസ്ലാമിക ലോകമെമ്പാടും പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നു. റെയിൽവേ ഒരു വഖഫ് അല്ലെങ്കിൽ അനിഷേധ്യമായ ഒരു മതപരമായ എൻഡോമെൻ്റ് അല്ലെങ്കിൽ ചാരിറ്റി ട്രസ്റ്റ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് നടന്ന അറബ് കലാപവും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും വിഭജനവുമാണ് 20-ാം നൂറ്റാണ്ട് ആദ്യഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. അറബ് കലാപം ഷെരീഫ് ഹുസൈൻ ഇബ്നു അലി ആരംഭിച്ചത് ഭരിക്കുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനും സിറിയയിലെ അലപ്പോ മുതൽ യമനിലെ ഏഡൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരൊറ്റ ഏകീകൃത അറബ് രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അറബ് കലാപം ഷെരീഫ് ഹുസൈൻ ഇബ്നു അലി ആരംഭിച്ചത്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഷെരീഫ് ഹുസൈൻ 1916 ജൂണിൽ ഓട്ടോമനെതിരെ യുണൈറ്റഡ് കിങ്ഡവുമായും ഫ്രാൻസുമായിട്ടും സഖ്യത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്നാണ് അബ്ദുൽ അസീസ് ഇബ്നു സൗദ് രാജാവിൻ്റെ കീഴിലെ സൗദി അറേബ്യ സ്ഥാപിക്കപ്പെട്ടത്. 1902 ഇബ്നു സൗദ് റിയാദ് പിടിച്ചെടുത്തു. 1913-നും 1926-നും ഇടയിൽ അൽ ഹസ, ജബൽ ഷമ്മാർ, ഹെജാസ് എന്നിവരെ കീഴടക്കി. അബ്ദുൽ അസീസ് ആധുനിക സൗദി അറേബ്യ സ്ഥാപിച്ചു. സൗദികൾ അസീസ് എമിറേറ്റ്സിനെ സ്വാംശീകരിച്ചു. യമനുമായുള്ള യുദ്ധത്തിന് ശേഷം 1934 മാത്രമാണ് അവരുടെ വിപുലീകരണം അവസാനിച്ചത്. ഇബ്നു സൗദ് ജനിക്കുന്നതിന് മുമ്പ് അറേബ്യയുടെ ഭൂരിഭാഗവും 2 സൗദി സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തു. എന്നാൽ ഇബ്നു സൗദ് 3-ാം സൗദി രാഷ്ട്രം സ്ഥാപിച്ചു. 1930-കളിൽ എണ്ണയുടെ വലിയ ശേഖരം കണ്ടെത്തിയതാണ് രണ്ടാമത്തെ പ്രധാന വികസനം. യമൻ ഒഴികെയുള്ള മേഖലയിലെ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ഉൽപ്പാദനം വലിയ സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1962 മുതൽ 70 വരെ യമനിലെ മുത്തവക്കിലൈറ്റ് രാജ്യങ്ങളിലെ രാജകുടുംബങ്ങളും യമൻ അറബ് റിപ്പബ്ലിക്കിലെ വിഭാഗങ്ങളും തമ്മിൽ വടക്കൻ യമൻ ആഭ്യന്തര യുദ്ധം നടത്തി. റിപ്പബ്ലിക്കൻ നേതാവ് അബ്ദുല്ല അസല്ലാൽ നടത്തിയ ഒരു അട്ടിമറിയോടെയാണ് യുദ്ധം ആരംഭിച്ചത്. പുതുതായി കിരീടമണിഞ്ഞ മുഹമ്മദ് അൽ ബദറിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ യമൻ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇമാം സൗദി അറേബ്യൻ അതിർത്തികളിലേക്ക് രക്ഷപ്പെടുകയും ജനപിന്തുണ നേടുകയും ചെയ്തു. രാജകീയ പക്ഷത്തിന് സൗദി അറേബ്യയിൽ നിന്ന് പിന്തുണ ലഭിച്ചു. റിപ്പബ്ലിക്കന്മാർക്ക് ഈജിപ്തും സോവിയറ്റ് യൂണിയനും പിന്തുണ നൽകി.
ക്രമരഹിതവും പരമ്പരാഗതവുമായ വിദേശ ശക്തികളും ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ 70,000-ഓളം വരുന്ന സൈനികരുമായി റിപ്പബ്ലിക്കന്മാരെ പിന്തുണച്ചു. നിരവധി സൈനിക നീക്കങ്ങളും സമാധാന സമ്മേളനങ്ങളും ഉണ്ടായിരുന്നിട്ടും യുദ്ധം ഒരു പരാജയമായിരുന്നു. യുദ്ധത്തോടുള്ള ഈജിപ്തിൻ്റെ പ്രതിബദ്ധത 1967 ജൂണിലെ 6 ദിവസത്തെ യുദ്ധത്തിൽ അതിൻ്റെ മോശം അവസ്ഥയിലേക്ക് പോയി. അതിനുശേഷം നാസർ തൻ്റെ സൈന്യത്തിൻ്റെ ഇടപെടൽ നിലനിർത്താൻ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും യമനിൽ നിന്ന് സൈനികരെ പിൻവലിക്കാൻ അവർ നിർബന്ധരാകുകയും ചെയ്തു. 1970 സൗദി അറേബ്യയിലെ ഫൈസൽ രാജാവ് റിപ്പബ്ലിക്കിനെ അംഗീകരിക്കുകയും ഒരു സന്ധിയിൽ ഒപ്പിടുകയും ചെയ്തു. ഈജിപ്ഷ്യൻ സൈനിക ചരിത്രകാരന്മാർ യമനിലെ യുദ്ധത്തിൽ ഈജിപ്തിൻ്റെ പങ്കിനെ പരാമർശിക്കുന്നത് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കിന് തുല്യമാണ് എന്നുള്ളതായിരുന്നു. 1990 ഇറാഖ് കുവൈറ്റ് ആക്രമിച്ചു. ഇറാഖി സേനയുടെ കുവൈറ്റ് അധിനിവേശം 1990-91 ഗൾഫ് യുദ്ധത്തിലേക്ക് നയിച്ചു. ഈജിപ്ത്, ഖത്തർ, സിറിയ, സൗദി അറേബ്യ എന്നിവ ഇറാഖിനെ എതിർക്കുന്ന ഒരു ബഹുരാഷ്ട്ര സഖ്യത്തിൽ ചേർന്നു. ജോർദാനും പലസ്തീനും ഇറാഖിന് പിന്തുണ പ്രഖ്യാപിച്ചത് പല അറബ് രാജ്യങ്ങളും തമ്മിൽ ബന്ധങ്ങൾ വഷളായി. യുദ്ധാനന്തരം ഈജിപ്ത്, സിറിയ, GCC അംഗരാജ്യങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള ഭാവി സംയുക്ത അറബ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഡമാസ്കസ് പ്രഖ്യാപനം ഒരു സഖ്യം രൂപീകരിച്ചു. ഇത്രയാണ് നമുക്ക് അറേബ്യൻ പെനിൻസുല എന്ന ഭാഗത്ത് പറയാനുള്ളത്. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.